പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ മുതൽ പല വീഡിയോസ്, എഴുന്നേറ്റ സമയം മുതൽ ഞാൻ കിടക്കയിൽ കിടന്ന് കരഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ എപ്സിൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നേ പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പെൺകുഞ്ഞുങ്ങളെ വാഷിംഗ് മെഷീനിൻ്റെ അകത്ത് ഇട്ടിട്ട് കറക്കുന്നത്, പീസാക്കി കണ്ടിച്ച് കളയുന്നത്, അവരെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഗ്രില്ല് ചെയ്തിരിക്കുന്നത്. ഡേഞ്ചറസ്. ഒരു മനുഷ്യത്വം ഒരു അല്പം പോലും ഇല്ലാത്ത മൃഗങ്ങളാണല്ലോ നമ്മളെ ഈ ലോകം നേതാക്കന്മാരായിട്ട് ജീനിയസ് എന്ന് നമ്മൾ അവകാശപ്പെട്ടിരുന്ന നരഭോജികൾ. ഇവർ ഇപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ എങ്ങനെയാണ് ഇവന്മാർ യോഗ്യരായിട്ടുള്ളത്? ഈ നരഭോജികളെ എന്താണ് ചെയ്യേണ്ടത്? ഇവരല്ലേ യഥാർത്ഥ അന്ത്യക്രിസ്തുക്കൾ? ഇവരല്ലേ ഈ ഭൂമിയെ നശിപ്പിക്കുന്ന അന്ത്യക്രിസ്തുക്കൾ, സാത്താൻ്റെ സന്തതികൾ, പൈശാചിക സന്തതികൾ? ഇവരെ എന്ത് ചെയ്താലാണ് മതിയാവുക? ഇവരെ ഏത് രീതിയിലാണ് നശിപ്പിക്കാൻ കഴിയുക? ബിൽ ഗേറ്റ്സിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഭയാനകമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മെക്സിക്കോയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണത്തിന് പുറകിലുള്ള കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാവാനാണ് സാധ്യത. കാരണം വലിയ ഒരു ഫാക്ടറി തന്നെ അവിടെയുണ്ട്. മരുന്നുകൾ ഉണ്ടാക്കാനല്ല, മരുന്നുകൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മനുഷ്യനെ ആക്രമിക്കാനുള്ള ജീവികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രാണികളെ, പലതരം പ്രാണികളെ, ഫ്ലൈസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയാണ്. മനുഷ്യനെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭയാനകമാണ് ഇവന്മാരുടെ പ്രവർത്തനങ്ങൾ, അതിഭയാനകമാണ്. ഇവരെ നടു റോട്ടിലിട്ട് മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്തു കളയണം. അമേരിക്ക ഇളകിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ലോകം ഇളകണം. ഈ നരഭോജികൾക്ക് മറുപടി കൊടുക്കണം. ഈ ഇത്രയും പൈശാചികത നിറഞ്ഞ പ്രവർത്തികൾ എങ്ങനെ ചെയ്യാൻ കഴിയണു? ഇവർക്കൊക്കെ വീട്ടിൽ മക്കളുള്ളവരാണ്. ഇവരെങ്ങനെ ചെയ്യണു ഇതെല്ലാം? വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിഭയാനകം.